തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃത്താല നിയോജക മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥികൾക്കെതിരെ CPI മത്സരരംഗത്ത്. തൃത്താല മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിലാണ് CPI സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. ആനക്കരയിൽ 2, നാഗലശ്ശേരിയിൽ 2, തിരുമിറ്റക്കോട് 3, ചാലിശ്ശേരി 1 എന്നിങ്ങനെയാണ് CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ആനക്കരയിൽ വാർഡ് 13 മുണ്ടറക്കോട് ശാന്തകുമാരിയും 14 ഷീബയും CPI സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു. മറ്റു വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. സീറ്റ് തർക്കം രൂക്ഷമായതോടെ ആനക്കരയിലും CPI ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആനക്കര പഞ്ചായത്തിൽ 5 സീറ്റുകളാണ് CPI ആവശ്യപ്പെട്ടത്. എന്നാൽ ജയസാധ്യതയില്ലാത്ത 2 വാർഡുകളാണ് നൽകിയതെന്നും CPMന്റെ വല്യേട്ടൻ മനോഭാവമാണ് മുന്നണി ബന്ധം തകരാൻ കാരണമായതെന്നും CPI ആനക്കര LC സെക്രട്ടറി സുരാ മലമക്കാവ് K ന്യൂസിനോട് പറഞ്ഞു. 1960 ഉണ്ടാക്കിയ സ്റ്റാറ്റസ് കോ ആണ്. അന്നതിന് ശേഷം എത്ര വാർഡ് കൂടി, എത്ര ആളുകൾ കൂടി, എത്ര വോട്ട് കൂടി. ഞാൻ ഇവരെ അടുത്ത് വന്നതിന് ശേഷം ഞാൻ ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ 16 വാർഡ് 17 വാർഡാക്കി. ഞാൻ പറഞ്ഞത് അവരോട് ഞാൻ 5 വാർഡാണ് ആവശ്യപ്പെട്ടത്. 5 വാർഡ് ആവശ്യപ്പെട്ടതും കോൺഗ്രസ് ജയിക്കുന്ന വാർഡാണ്. അവിടെ CPM ജയിക്കുന്ന ഒരു വാർഡ് പോലും ചോദിച്ചിട്ടില്ല. കൂടല്ലൂർ ഡിവിഷൻ ബ്ലോക്ക് ഡിവിഷനിൽ ഇന്ന് വരെ കോൺഗ്രസ് CPM ജയിച്ചിട്ടില്ല. അവിടെ കോൺഗ്രസിന് 1800-2000 വോട്ട് ലീഡുള്ള സ്ഥലമാണ്. ആ മണ്ഡലത്തിലേക്ക് ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ തരണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പിന്നെ നാലാം വാർഡ് ലീഗിന്റെ വാർഡാണ്. അവിടെ ലീഗ് മാത്രമേ ജയിക്കലുള്ളൂ. ഒരു പ്രാവശ്യമാണ് അവിടെ ലീഗും കോൺഗ്രസും കൂടി പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് CPM ജയിച്ചത്. പിന്നെ ഇന്ന് വരെ അവിടെ CPM ജയിച്ചിട്ടില്ല. ആ വാർഡാണ് ഒന്ന് ഞാൻ ചോദിച്ചത്. പിന്നെ രണ്ടാമത് വെച്ചാൽ 6-ാം വാർഡാണ്. 30 വോട്ടാണ് CPM അവിടെ ഉള്ളത്. കെട്ടിവെച്ച പൈസ പോലും ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ പോലും അവർക്ക് കിട്ടിയിട്ടില്ല. 16 വാർഡിലേക്ക് 15 സ്ഥാനാർത്ഥികളെ നോമിനേഷൻ കൊടുക്കാൻ നേരത്താണ് എന്നെ വിളിക്കുന്നത്. 12:30 മണിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടണം, SC വനിത. അങ്ങനെയാണ് ഞാനൊരു SC വനിതയെ നിർത്തിയിട്ട് ഞാൻ അവിടെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് 2-ാം സ്ഥാനത്തേക്ക് CPMനെ എത്തിച്ചത്. അവിടെ CPM 3-ാം സ്ഥാനത്ത് കിട്ടുന്ന സ്ഥാനം ആ വാർഡാണ് ഞാൻ ചോദിച്ചത്. പിന്നെ 7-ാം വാർഡ്. ഈ 7-ാം വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചു വളർന്നൊരു നാടല്ലേ. എൻ്റെ വീട്ടിൽ എൻ്റെ മുറ്റത്ത് ഇരിക്കാൻ എനിക്ക് സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അന്യൻ്റെ വീട്ടിൽ പോയിരിക്കുക? അപ്പം ഞാൻ ഈ വാർഡാണ് ഞാൻ ഒന്ന് ചോദിച്ചത്. പിന്നെ 14, 12, 13 അങ്ങനെ 6 വാർഡാണ് ഞാൻ ആവശ്യപ്പെട്ടവരോട്. അതിന് ഞാൻ ഇനിയിപ്പോൾ 13-ാം വാർഡ് CPMന് കുറച്ച് സ്കോപ്പുള്ള വാർഡാണ്. ശരി, അത് ഞാൻ ഒഴിവാക്കി കൊടുക്കാനും തയ്യാറാണ്. പക്ഷെ അപ്പോൾ അവർ ഒരു ധാർഷ്ട്യം ഉണ്ടായത്. ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എടുത്തോ, 14-ാം വാർഡും 6-ാം വാർഡും എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മേൽ കമ്മിറ്റിയോട് പറഞ്ഞു വെച്ചാൽ സ്റ്റാറ്റസ് കോ അനുസരിച്ച് 2 വാർഡ് മതി. ശരി, ആ 2 വാർഡ് 7, 8, 9 ഈ 3 വാർഡിൽ നിന്ന് ഏതെങ്കിലും 2 വാർഡ് തരണം. ഞാൻ ഓക്കെ. അവർ തയ്യാറല്ല എന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമുക്കിവിടെ ഈ ആനക്കര പഞ്ചായത്തിൽ അത്യാവശ്യം 16 ബ്രാഞ്ച് ഞങ്ങൾക്കുണ്ട്. പണ്ട് കാലത്ത് ആനക്കരയിൽ 13 ആളുടെ ഒരു ബ്രാഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നാണ് ഈ 2 സീറ്റ് കൊടുത്തിരുന്നത്. ഇന്ന് അതല്ല, 16 ബ്രാഞ്ചുള്ളൊരു LC ആണ് ഞങ്ങൾക്കൊരു LC ഓഫീസുണ്ട്, LC കമ്മിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് മാന്യമായ രീതിയിൽ ഒരു 4 സീറ്റെങ്കിലും തന്നിട്ട് ഞങ്ങളെ കൂട്ടുകൂടി ഒപ്പം കൊണ്ടുപോകാനല്ല അവർ നോക്കിയത്. ഈ 2 സീറ്റ് തരാന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഓരോ വട്ടം 7-ാം വാർഡിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും CPMന്റെ സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തിയിറക്കണു. എന്നിട്ടാണ് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചതെന്ന് വെച്ചാൽ, നിങ്ങളിത് അവർ സ്ഥാനാർത്ഥികൾ വോട്ടിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ഞങ്ങളെ വിളിക്കണമല്ലോ. എന്നിട്ടാണല്ലോ സാമാന്യ മര്യാദയിൽ ഒരു ധാരണ വന്നതിൻ്റെ ശേഷമല്ലേ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുക. അവർ പ്രഖ്യാപിച്ച് ഈ 2 സീറ്റല്ലോ തൊട്ടിയൊക്കെ അവർക്ക് ആളെ കിട്ടി. 14-ലേക്കോ 6-ലേക്കോ ആളെ കിട്ടിയില്ല. ആളെ കിട്ടാത്തതുകൊണ്ടാണ് CPI തീരുമാനിച്ച ആളെ ഇപ്പോൾ അവർ 6-ാം വാർഡിൽ നിർത്തിയത്. ഞാൻ CPIയുടെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ വേണ്ടി കൂടല്ലൂർ സുന്ദരൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പോയി ഞങ്ങളുടെ ആളോട് സംസാരിച്ച് അയാൾ വേറൊരാളുടെ പേര് പറഞ്ഞു. അയാളെ നിർത്താൻ പറഞ്ഞു. അയാൾക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ നിൽക്കാമെന്നും പറഞ്ഞു. രാത്രി 2 പ്രാവശ്യം ഞാൻ അയാളെ വീട്ടിൽ പോയത് CPM അറിഞ്ഞു. അങ്ങനെ രാത്രിക്ക് രാമായണം അവർ പൊക്കിയിട്ടാണ് ഇപ്പോൾ ഈ CPM 6-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിറക്കുന്നത്. ഈ 14-ാം വാർഡിൽ ഈ പറഞ്ഞ മാതിരി തന്നെ അവർക്ക് സ്ഥാനാർത്ഥിയെ കിട്ടാനില്ല. അവർ സ്ഥാനാർത്ഥിയെ കിട്ടാൻ ബുദ്ധിമുട്ടിയിറക്കണം. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് 14 സ്ഥാനാർത്ഥിയെ കിട്ടിയത്. ഞങ്ങൾക്ക് ഒരു വാർഡിലേക്കും ഒരു സ്ഥാനാർത്ഥിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. 2 വാർഡിലാണ് CPI മത്സരിക്കുന്നുള്ളൂ. CPI ചിഹ്നത്തിൽ 13-ഉം 14-ഉം ആ 2 വാർഡിലാണ് CPI മത്സരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ സ്വതന്ത്രന്മാരാണ് മത്സരിക്കുന്നത്. സ്വതന്ത്രന്മാർക്ക് എല്ലായിടത്തും നിൽക്കാമല്ലോ. അതിനിപ്പോൾ ആരുടെയും സമ്മതം വേണ്ടല്ലോ. ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ വാർഡുകളൊക്കെ LDFന് അനുകൂലമാവുന്ന രീതിയിൽ വിഭജിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ആക്ഷേപം പൊതുവെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു അനുകൂല സാഹചര്യം നിൽക്കുന്ന ഈ സമയത്ത് CPI CPM വേറിട്ട് നിൽക്കുമ്പോൾ അത് വിജയ പ്രതീക്ഷയെ ബാധിക്കില്ലേ?
വിജയപ്രതീക്ഷ ബാധിക്കില്ല എന്നുള്ളത് CPM ആണല്ലോ ആദ്യം തന്നെ കരുതണ്ട്. കാരണം ഒരു 5 വർഷം മെമ്പറായിരുന്ന ഒരാളാണ് ഞാൻ. CPM-ന്റെ അന്നും സ്വതന്ത്രനായിട്ടാണ് ഞാൻ മത്സരിച്ച് ജയിച്ചതാ. CPM-ന്റെ ചിഹ്നത്തിൽ നിന്നിട്ട് ഞാൻ തോറ്റിറക്കാണ്, ഞാൻ ജയിച്ചിട്ടില്ല. ഞാൻ എൻ്റെ വ്യക്തിത്വം കൊണ്ട് അന്ന് കന്നഡ അടയാളത്തിൽ സ്വതന്ത്രനായിട്ട് നിന്നിട്ടാണ് അന്ന് ജയിച്ചത്. അവര് നമ്മള് CPM-ഉം CPI-യും കൂടി വിഘടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവുമെന്നും വോട്ട് കുറയും എന്നുള്ളത് ചിന്തിക്കേണ്ടത് CPM അല്ലേ. CPM പറയുന്നത് CPI ഇവിടെ ഒന്നുമല്ല, ഇവിടെ നിന്നല്ല, തൃത്താലയിൽ എവിടെയും കാര്യമായ ഒരു ചലനം അവരെ വിജയത്തെ തടുക്കാൻ മാത്രമുള്ള ഒരു ശക്തിയല്ല എന്നുള്ളത് അത് തെളിയിക്കാതാണ് CPM-ന്റെ ഏറ്റവും വലിയ തെളിവ്. ഞാന് എൻ്റെ കഴിഞ്ഞ 2000-2005 വർഷത്തെ പ്രവർത്തനം വെച്ചും കൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ നാട്ടിലെ ജനങ്ങൾ എനിക്കൊരു വോട്ട് തരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ഇവിടുത്തെ CPM-ന്റെ പ്രവർത്തകരുമായല്ല, ഏത് രാത്രിയിലും ഏത് പാതിരക്ക് ആര് വിളിച്ചാലും ഓടിച്ചെല്ലുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അറിയാം, മലമക്കാവ് എന്നല്ല, നമ്മുടെ ആലക്കര പഞ്ചായത്തിന്റെ കൂടുതൽ മണ്ടിയമ്പലം പട്ടിത്തറ പഞ്ചായത്തിലും മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്, കാര്യം സംശയമില്ല. പക്ഷെ ഇങ്ങനെ വിഘടിച്ച് നിൽക്കുമ്പോൾ അത് കുറച്ച് വോട്ടുകൾ പിടിക്കാവുന്നല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ മാത്രമുള്ള ഒരു ശക്തി ഉണ്ടോ എന്നുള്ളതാണ് പൊതുവെ. വ്യക്തിക്കാണല്ലോ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് അല്ലേ. നമ്മളിവിടെ നിർത്തിയ വ്യക്തി എന്ന് പറയുന്നത് അധികാരമോഹിയല്ല. എൻ്റെ 7ാം വാർഡിലെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അധികാരത്തിന് ഒട്ടും മോഹമില്ലാത്ത ഒരാളാണ്. പക്ഷെ അതേ സമയത്ത് CPM-ന്റെ സ്ഥാനാർത്ഥി പറഞ്ഞാൽ അധികാരമോഹിയാണല്ലോ. അധികാരത്തിന് വേണ്ടിയിട്ടാണല്ലോ ചെയർപേഴ്സൺ ആയിരിക്കുന്ന ഒരാള് ഈ 7ാം വാർഡിൽ ഞാൻ മത്സരിക്കേണ്ടത് അറിഞ്ഞിട്ട് പോലും മത്സരിക്കാൻ നിന്നത്. അപ്പൊ അത് അധികാരമോഹമല്ലേ. ഞങ്ങൾക്ക് അധികാരമോഹമില്ല. എന്ത് വില കൊടുത്ത് ഈ വാർഡ് പിടിച്ചെടുക്കുക. നമ്മളെ വിശ്വസിക്കുന്ന ഒരാള് എത്രത്തോളം വിഭജനം ഉണ്ടായാലും എത്രത്തോളം ശത്രുക്കൾ ഉണ്ടായാലും നമുക്കൊരു വോട്ട് തരും, എന്നെ കൂടെ പിടിക്കും, എൻ്റെ കൂടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിനെയും ഒപ്പം പിടിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് എൻ്റെ. എന്തായാലും നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. കാരണം UDF-ന്റെ സിറ്റിംഗ് സീറ്റാണുള്ളത്. അല്ല, അത് സിറ്റിംഗ് സീറ്റ് എന്ന് പറയാൻ പറ്റില്ല. CPM-ന്റെ ധാർഷ്ട്യം കാരണം നിർത്തിയ സ്ഥാനാർത്ഥിയുടെ മോശം കൊണ്ടാണ് ബഷീർ ജയിച്ചത്, അല്ലെ ബഷീർ ജയിക്കില്ല. കാരണം ഇവിടെ ആരും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളെയാണ് അന്ന് CPM നിർത്തിയത്. അന്നും ഞാൻ ഈ പാർട്ടിയുള്ളിലാണ്, ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു CPM-ന്റെ. 100 വട്ടം പറഞ്ഞ ഇയാളെ നിർത്തണ്ട, ഇയാളെ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ സീറ്റ് നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ അപ്പോഴും CPM അവിടെ ധാർഷ്ട്യമാണ് കാണിച്ചത്. CPM-ന് ഒരു എന്താ പറയുക, വല്യേട്ടൻ മനോഭാവമാണ്. ആ വല്യേട്ടൻ മനോഭാവം ഈ പഞ്ചായത്ത് ആനക്കര പഞ്ചായത്തിൽ ഉണ്ടാവില്ല. അത് തീരും, അത് തർക്കമൊന്നുമില്ല, ഒരു തർക്കമില്ലാത്ത കാര്യം. എന്തൊക്കെ വന്നാലും ശരി ഞങ്ങൾ 2-3 വാർഡൊന്നും ജയിച്ചു വരും. അപ്പോഴാണ് ഞങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ CPM-ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ ഞങ്ങളൊന്നുമല്ല, ഞങ്ങൾ വളരെ ദുർബലനാണ്. ദുർബലനും മല ചുമക്കാൻ പറ്റും, ഒരു ദുർബലനും മല ചുമക്കാലോ. അതും കൂടി മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾ ദുർബലനാണ്, ഞങ്ങൾ ബലന്മാരാണെന്ന് പറയണില്ല. ഞങ്ങൾ മുന്നോട്ട് പോകും, ഞങ്ങൾ മുന്നോട്ട് പോകണ ആളാണ്. CPI ലോക്കൽ സെക്രട്ടറി മലമക്കാവ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടുകളാണ് നമ്മൾ പങ്കുവച്ചത്. അദ്ദേഹം നിർത്തിയ സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷയിലാണ്, വിജയിച്ചു വരുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. തീർച്ചയായും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. മറ്റൊരു തെരഞ്ഞെടുപ്പ് വിശേഷമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.